നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദന അവളില്ലാതാവണം. സാറ് ധൈര്യത്തോടെ ഫോൺ കട്ട് ചെയ്തോ, എന്നിട്ട് റെസ്റ്റ് എടുത്തോ. ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേക്ക്. കുറുപ്പ് സാറേ. സാഗറേ, കാര്യങ്ങൾ കുറച്ച് അപകടത്തിലാണല്ലോ. എടോ, ഞാൻ ജഗന്റെ കാര്യമാണ് പറഞ്ഞത്. കുറുപ്പ് സാറിനോട് ഞാൻ പറഞ്ഞതാണല്ലോ, ആ കുടുംബത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന്. താൻ പറഞ്ഞതൊക്കെ സത്യമാ. പക്ഷെ ജഗനും അവളുമായിട്ടുള്ള അടുപ്പം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോ സദാസമയം അവൻ ആ വന്ദനയുടെ പിറകെയാ. ഇപ്പോ എല്ലാത്തിനെയും കൂടി കെട്ടിയെടുത്ത് ഒരു യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചിരിക്കുക. യാത്രയോ? എവിടേക്ക്? കുറച്ച് ദൂരെയാ. ആ ചിറ്റാരത്ത് ഭദ്രാകാളി ക്ഷേത്രത്തിലെ ഒരു യാഗം നടക്കുക. അതവരുടെ കുടുംബകാര്യ. അതിൽ പങ്കെടുക്കാനാ പോയെന്നാ ഞാൻ അറിഞ്ഞത്. അവര് യാഗത്തിനോ 16 അടിയന്തരത്തിനോ പോട്ടെ, അവിടെ ജഗൻ എന്താണ് കാര്യം? സാഗറെ, അവരിൽ നിന്നും എനിക്ക് ജഗനെ വേർപെടുത്തിയേ പറ്റൂ. നന്നായി കുറുപ്പ് സാറേ. അവരെ ഇവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യുന്നത് അത്ര ഗുണമല്ല. യാഗശാലയിൽ ഐശ്വര്യം തേടിപ്പോയവരുടെ പിന്നാലെ ഞാൻ ആളെ അയച്ചോളാം. കുറുപ്പ് സാർ ആഗ്രഹിക്കുന്ന വാർത്ത അവിടുന്ന് കേൾക്കാൻ പറ്റും. മതി, അത് മതി. സാഗറിനെ എനിക്ക് വിശ്വാസമാ. പിന്നൊരു കാര്യം, ജഗൻ അറിയാതെ വേണം കാര്യങ്ങൾ നീക്കാൻ. ഒരു വന്ദന അവളും ജഗനും തമ്മിൽ ഈ യാഗത്തോടെ തെറ്റണം. വന്ദന അവളില്ലാതാവണം. സാറ് ധൈര്യത്തോടെ ഫോൺ കട്ട് ചെയ്തോ, എന്നിട്ട് റെസ്റ്റ് എടുത്തോ. ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേക്ക്. വന്ദനയും കുടുംബവും ഒരു യാഗത്തിന് പോയിരിക്കുക. യാഗം നടക്കുന്ന സ്ഥലത്തുനിന്നും അവരാരും തിരിച്ചു വരരുത്. ഈ വിവരം നീ ഖാദറിനെ അറിയിക്കണം. നീയും ഖാദറിനൊപ്പം പോണം. ഒരു പിഴവ് പോലും പറ്റാൻ പാടില്ല. തീർത്തേക്കണം. അത് ഞാൻ ഏറ്റു സാറേ. ഇനി പിഴക്കില്ല. സ്ഥലം പറഞ്ഞാൽ മതി, ഇപ്പൊ തന്നെ പുറപ്പെടാം. ചന്ദ്രു, ഈ ദേവീ വിഗ്രഹവുമായി ക്ഷേത്രത്തിന് വലം വയ്ക്കണം. പങ്കെടുക്കേണ്ടത് സ്ത്രീകളാണ്. എല്ലാവർക്കും താലവും എടുത്തുകൊണ്ട് പിറകെ വരാം. വരുന്നില്ലേ? ഞങ്ങൾ വരാം, നിങ്ങൾ നടന്നോളൂ.
വന്നേ. അച്ഛാ, ഞങ്ങളും കൂടെ പങ്കെടുത്തോട്ടെ. ഞങ്ങളും പെണ്ണുങ്ങളല്ലേ. ചെല്ല്. ആ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.